ഫോട്ടോഷൂട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നാണ് എൻ്റെ അനിയൻ്റെ കല്യാണ തലേന്ന് കേട്ടാ. അപ്പൊ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി ചെക്കൻ്റെ വീട്ടിലത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ്. കല്യാണത്തലേന്നിൻ്റെ ഒരു ആഘോഷം ഞങ്ങൾ നടത്തിയത് തലേദിവസമായിരുന്നു കേട്ടോ. കല്യാണത്തിൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം നമുക്കൊന്ന് ഫ്രീ ആയി എല്ലാം റെഡി ആയിട്ട് നിൽക്കാമല്ലോ. സനജാടന്തേ നല്ല സുന്ദര കുട്ടവനായിട്ട് മുണ്ടൊക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ല കേട്ടോ മുണ്ടെടുക്കാൻ. പക്ഷെ നല്ല രസമില്ലേ മുണ്ടെടുത്തിട്ട്? എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇതേ മണവാള വന്നിട്ടുണ്ട്. സനജാടന് ട്രൗസറും പാൻറ്റൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഈ ലുക്ക് എങ്ങനെയാണെന്ന് പറയണം കേട്ടോ. ഇത് നമ്മുടെ പെണ്ണ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിലേക്ക്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മധുരം കൊടുക്കാനുള്ളതൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഓരോരുത്തരുടെ ഇതിൽ ബിസിയാണ് കേട്ടോ. കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ ആരംഭിക്കാൻ പോണത്. ചെക്കന് മധുരം കൊടുക്കുന്ന പരിപാടികളൊക്കെ. അപ്പം മണവാട്ടിക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അവരുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും അവരെത്തും. അങ്ങനെ കുടുംബ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും താലത്തിൽ ഇങ്ങനെ പൂവും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കാണിച്ചില്ലായിരുന്നു. അപ്പോൾ അത് നമ്മൾ മണവാട്ടി വരുമ്പോൾ മണവാളിനെയും മണവാട്ടിനെയും കൂടി ഒരുമിച്ച് നമുക്ക് ആനയിച്ച് നമ്മുടെ പന്തലിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇത് റെഡിയാക്കി നമ്മളിത് പന്തലെല്ലാം ഒരുങ്ങിയിട്ടാ.
സ്റ്റീവ് നല്ല വാശിയായിരുന്നു കേട്ടാ. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ ഞങ്ങളുടെ മേത്തന്നെ കിടന്ന് ഉറങ്ങി. അപ്പോൾ ഗ്രേസിനാണെങ്കിൽ കുറേ പേരുണ്ട് കളിക്കാൻ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ്. അവരുടെ മേത്ത് കയറലും ചാടലും തുള്ളലും പിന്നെ കുറേ കുട്ടിപ്പിള്ളേരും എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സ്റ്റീവ് ഇച്ചിരി കുറച്ച് ദിവസങ്ങളായിട്ട് അവന് ഇച്ചിരി വാശിയുണ്ട്. നമ്മുടെ ഫുഡും ഉറക്കവും ഇതൊന്നും ശരിയല്ലാത്തതിൻ്റെ ഒരു വാശിയുണ്ട്. പിന്നെ നമ്മുടെ ചേച്ചിമാരൊക്കെ ഇവിടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവരെല്ലാവരും ഒരു എല്ലാവരും കൂടി ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. എനിക്ക് റിയൽ ആയിട്ടുള്ള അവിടുത്തെ മ്യൂസിക് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾക്കത് റിയലായിട്ട് കാണിച്ചു തരാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരു ഫൈനൽ പ്രാക്ടീസിലാണ് കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ ചെറിയ ചെറിയ കലാപരിപാടികളും DJ പാർട്ടിയും അങ്ങനെ എല്ലാവരുടെയും ഒരു സന്തോഷം. അപ്പോൾ ഇത് എൻ്റെ വല്യപ്പച്ചൻ്റെ മക്കളും എൻ്റെ ചേച്ചിമാരാണ് ഇവരെല്ലാവരും. അപ്പോൾ എല്ലാവരും ഇത് ഡാൻസാണ്. ഞാനും ശരിക്കും കളിക്കേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് അവരുടെ കൂടെ കറക്റ്റ് സമയത്തിന് പ്രാക്ടീസ് ചെയ്യാൻ എത്താനും ഒന്നും പറ്റിയില്ലായിരുന്നു. സ്റ്റീവിനെ പിടിക്കാനൊന്നും ആ സമയത്ത് ആരുണ്ടായില്ല, എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പോട്ടെ, ഇനി അടുത്ത പരിപാടിക്ക് നമുക്ക് തകർക്കാമെന്ന് വിചാരിച്ചു. കല്യാണത്തിനാണെങ്കിലും ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്തപ്പോൾ എനിക്ക് കളിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വിഷമം എനിക്ക് ഈ കല്യാണത്തിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്നു കേട്ടോ. ഡിപ്പാർട്ട്മെന്റിന്റെയും റോസ്മേരി ചേച്ചിന്റെയും മധുരം വെപ്പ ചടങ്ങിലാണ്. അപ്പൊ ആദ്യം തന്നെ ആക്ടർ റോസ്മേരിയെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് പോലെ ഭൂമിയിലുമാകണമേ. സ്നേഹിതാവായ ഈശോയെ, ഞങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി സായനത്തിൽ ഇവിടെ ഒന്നിച്ചു കൂടുവാൻ ലഭിച്ച വലിയ അവസരത്തെ ഓർത്ത് അങ്ങനെ വലിയ കാരണത്തെ ഓർത്ത് ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടുവാൻ കാരണബോധനായ ആൽഫ്രഡിൻ്റെ ജീവിത പങ്കാളിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന റോസ്മേരിയെയും ഇവർ രണ്ടുപേരുടെ കുടുംബത്തെയും പ്രത്യേകമായി ഈ സായനത്തിൽ അങ്ങയുടെ വലിയ കാരണത്തിനായി സ്മരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങനത്തെ രക്തം കൊണ്ട് ഇവരെ കഴുകി വിശദീകരിക്കണമേ. അങ്ങയുടെ തിരക്കരങ്ങളെ എന്നും ഇവർ താങ്ങിക്കൊള്ളണമേ. ഇവരാരംഭിക്കുവാൻ പോകുന്ന
പുതിയ ജീവിതം തിരുകുടുംബത്തെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുവാനുള്ള വലിയ കൃപാവരം ഇവർക്ക് നൽകി അങ്ങ് അനുഗ്രഹിച്ച് ആസ്വദിക്കണമേ. ഇന്നത്തെയും തുറന്നുള്ള വിവാഹത്തിന് അന്നത്തെ എല്ലാ തിരുക്കർമ്മങ്ങളെയും പ്രത്യേകമായി ഈശോയുടെ സംരക്ഷണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഒരിക്കൽ കൂടി ആൽഫ്രഡിനെയും റോസ്മെലിനെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ അവരെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഇവർക്ക് പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിക്കണമേ. വിശുദ്ധ ഔസപിതാവേ, സകല വിശുദ്ധരെ, സകല മലാഖമാരെ, പ്രത്യേകിച്ച് ആൽഫ്രഡിന്റെ റോസ്മെലിന്റെ പേരുകാരബുദ്ധരായ വിശുദ്ധരെ ഇവരുടെ പ്രത്യേകം മാധ്യസ്ഥ അപേക്ഷിക്കണമേ. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, വേണ്ടി എപ്പോഴും സ്നേഹം ഉണ്ടാകും. അപ്പൊ അങ്ങനെ ദേ ഞങ്ങളുടെ ചെക്കന് മധുരം കൊടുത്തു തുടങ്ങി. ഇത് അച്ഛനും അമ്മായിയാണ് കേട്ടോ, എൻ്റെ ഡാഡിയുടെ മൂത്ത പെങ്ങളും ഹസ്ബൻഡാണ്. അപ്പൊ അവന്റെ തലതൊട്ടപ്പനും തലതൊട്ടമ്മയും ഇവരായിരുന്നു കേട്ടോ. അപ്പൊ അവരുടെ അവകാശമാണല്ലോ അത്. അപ്പൊ അവരൊക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഓരോരുത്തരായിട്ട് ഫോട്ടോസ് എടുക്കലും അതുപോലെ തന്നെ മധുരം കൊടുക്കലാണ്. ആദ്യം അമ്മയും ഡാഡിയും പിന്നെ ഞങ്ങള്, പിന്നെ രണ്ടുപേരും കൂടി ഇരുത്തിയിട്ട് രണ്ടുപേർക്കും അങ്ങനെ അവർക്ക് മധുരമൊക്കെ കൊടുത്ത് അവരുടെ കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാണ് കേട്ടോ. അപ്പൊ നമ്മുടെ പരിപാടികൾ അങ്ങനെ ആരംഭിക്കാണ്. അങ്ങനെ നമ്മുടെ ചേച്ചിമാരുടെ ഡാൻസ് ആരംഭിച്ചു. അപ്പോൾ റിയലായിട്ടുള്ള സൗണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കണത് കേട്ടോ. ഞാൻ കുറച്ച് ഫാസ്റ്റ് അടിച്ച് കാണിക്കാം.
ഇനി ഇതേ DJ ആരംഭിക്കാൻ പോവാണ്.
അവസാനിച്ച് ഫുഡ് കഴിക്കാൻ കേട്ടാ. എന്റെ ഫുഡ് കഴിക്കല് കഴിഞ്ഞു. സന്തോഷായോ? പ്രാഞ്ചേട്ടനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇത് കാലിയായി, നമ്മുടെ പന്തല് കാലിയായി. എനിക്ക് കളിക്കാനും പറ്റില്ല കേട്ടോ, എനിക്ക് വിഷമായി. പക്ഷെ ഗ്രേസിന്റെ മേത്തി കയറുന്നു എന്റെ ഇടയില്. ഒരു സംതൃപ്തികരമായ കളി കളിച്ചോട്ടെ. ഇവരുതേ ഫുഡ് എന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. വീഡിയോ അവസാനിപ്പിച്ചോ. ഈ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ കൂടെ വരാം. ബൈ ബൈ.